വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള ത്രിപുരയെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ ആറോളം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റുകളുമായിട്ട് വന്നിട്ട് അപ്പോൾ ഒരു ദിവസം ഒരു സ്റ്റേറ്റ് വെച്ചാൽ പഠിക്കണേ. അപ്പൊ 6 സ്റ്റേറ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഓരോ സ്റ്റേറ്റ്സിന്റെയും കൊടുക്കാം. പ്ലസ് പ്ലേലിസ്റ്റിൽ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതാണെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ആ കുട്ടികൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ സംസ്ഥാനമായ ത്രിപുരയാണ് എന്ന് പറഞ്ഞു. ത്രിപുര എന്ന വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? 3 നഗരങ്ങൾ എന്നാണ്. അപ്പൊ 3 നഗരങ്ങൾ എന്നർത്ഥമുള്ള ഒരു സംസ്ഥാനമാണ് ത്രിപുര. അപ്പൊ ത്രിപുര എന്ന വാക്കിന്റെ അർത്ഥം 3 നഗരങ്ങൾ എന്നാണ്. 1972 ജാനുവരി 21-നാണ് ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വന്നത്. 1972 ജാനുവരി 21-ന് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുര എന്ന വാക്കിന്റെ അർത്ഥം 3 നഗരങ്ങൾ എന്നാണ്. ത്രിപുരയുടെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും ത്രിപുരയുടെ ഹൈക്കോടതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെത്തിനും ഉത്തരം എന്താണ്? അഗർത്തലയാണ്. അപ്പൊ ത്രിപുരയുടെ സംസ്ഥാനം, അതുപോലെ തന്നെ ത്രിപുരയുടെ ഹൈക്കോടതി ഒക്കെ തന്നെ അഗർത്തലയാണ്. പലപ്പോഴും ത്രിപുരയുടെ സംസ്ഥാനം പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചു നോക്കിയ കേട്ടോ. ഇനി 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ധാരാളം പരീക്ഷയുടെ ഒരു ചോദ്യമാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്? ത്രിപുര തന്നെയാണ് പറയേണ്ടത്. ഇനി ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷകള് ബംഗാളി ഉണ്ട്, അതുപോലെ തന്നെ കോക്ക് ബറോക്ക് എന്ന് പറയുന്ന ഭാഷയുണ്ട്, ഇംഗ്ലീഷ്. അപ്പൊ ബംഗാളി, കോക്ക് ബറോക്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷകളാണ്. ത്രിപുരയുടെ സംസ്ഥാന മൃഗം കുരങ്ങും ത്രിപുരയുടെ സംസ്ഥാന പക്ഷി ഗ്രീൻ ഇംപീരിയൽ പീജിയനുമാണ്. ഗ്രീൻ ഇംപീരിയൽ പീജിയൻ ആണ് ത്രിപുരയിലെ സംസ്ഥാന പക്ഷി. അപ്പൊ ഏത് സംസ്ഥാനമാണെങ്കിലും പണ്ട് കാലത്ത് രാജഭരണമായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ, മുമ്പ് കാലങ്ങളില്. അപ്പൊ അങ്ങനെ ത്രിപുരയിലെ ആദ്യകാലത്തുള്ള ഭരണകർത്താക്കള് അവരുടെ പേരിനൊപ്പം ചേർത്തിരുന്ന ഒരു ബിരുദത്തിന്റെ പേരാണ് മാണിക്യ. അപ്പൊ എന്താ പറയാ, അവരുടെ പേരിന്റെ ഒപ്പം മാണിക്യ എന്ന് പറയുന്ന ഒരു പേരും കൂടിയും അവർ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഹുമതി കൂടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോലെ തന്നെ ത്രിപുരയിലെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മാണിക്യ ബഹദൂർ എന്നാണ്. അപ്പൊ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പൊ മാണിക്യ ബഹദൂർ കണ്ടോ? അപ്പൊ നമ്മുടെ പേരിന്റെ കൂടെ അങ്ങനെ ഒരു ബിരുദം, ഇപ്പൊ രാജാ റാംമോഹൻ റായ്ക്ക് രാജ എന്ന ബിരുദം നൽകിയത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇവരുടെ ത്രിപുരയിലെ രാജാക്കന്മാര് അവരുടെ പേരിന്റെ ഒപ്പം ബഹദൂർ മാണിക്യ എന്ന് പറയുന്ന ആ ഒരു ബിരുദം ചേർത്ത് വെച്ചിരുന്നു എന്ന് ഓർത്തു വെക്കാം. ത്രിപുരയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിന്റെ പേര് ഉജ്ജയന്ത എന്ന് പറയുന്നതാണ്. കൊട്ടാരത്തിന്റെ പേര് ഉജ്ജയന്ത എന്നാണ്. കൊട്ടാരത്തിന് ഉജ്ജയന്ത എന്ന് പറയുന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അത്രേ. അപ്പൊ ഉജ്ജയന്ത കൊട്ടാരം ത്രിപുരയിലാണ്. ഉജ്ജയന്ത കൊട്ടാരം എന്ന പേര് അതിന് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിന്റെ സംസ്ഥാന ഫലമാണ് ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്ക. ഏറ്റവും വലിയ ഫലം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആർട്ടോകാർപ്പസ് എട്രോഫിലസ് എന്ന് പറയുന്നതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ത്രിപുരയാണ് അത്രേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളുടെ വിഭാഗങ്ങളിൽ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ചെറിയ സംസ്ഥാനങ്ങളുടെ വിഭാഗങ്ങളിൽ ഏറ്റവും അധികം ഭക്ഷ്യധാന്യ ഉൽപാദനം നടത്തിയതിന് കൃഷി കാർമൻ ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. ഇന്ത്യയിലെ വളരെ ചെറിയൊരു സംസ്ഥാനമാണ് ത്രിപുര. നമ്മളിപ്പോ ഗോവ പഠിക്കുമ്പോഴും സിക്കിം പഠിക്കുമ്പോഴും ത്രിപുര പഠിക്കുമ്പോഴൊക്കെ വളരെ ചെറിയ സംസ്ഥാനങ്ങളാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആ വിഭാഗത്തിൽ ഏറ്റവും അധികം ഭക്ഷ്യധാന്യം ഉൽപാദനം നടത്തിയതിന് കൃഷി കാർമൻ ദേശീയ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര കേട്ടോ. ഇനി ത്രിപുരയിലെ തൃഷ്ണ, അതുപോലെ തന്നെ ഗുംതി എന്നൊക്കെ പറഞ്ഞ വന്യജീവി സങ്കേതങ്ങളുണ്ട്. അപ്പൊ ത്രിപുരയിലെ പ്രശസ്തമായിട്ടുള്ള 2 വന്യജീവി സങ്കേതങ്ങളുടെ പേരാണ് തൃഷ്ണ വന്യജീവി സങ്കേതം, ഗുംതി വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ ത്രിപുരയിൽ ഒരു തരം കൈതച്ചക്കയുണ്ട്. ക്യൂൻ എന്നാണ് കൈതച്ചക്കയുടെ പേര്. നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ത്രിപുരയുടെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത് ഇതിനെയാണ്. ഏതിനെ? ക്യൂൻ. അപ്പൊ ത്രിപുരയുടെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച
ഒരിനം കൈതച്ചക്കയുടെ പേരെന്താണ്? ക്യൂൻ എന്നാണ്. എന്താണ്? ക്യൂൻ എന്നാണ് നോക്കുക കേട്ടോ. ഇനി ടോങ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ടോങ് ടോങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ത്രിപുരയിലെ ഗോത്ര വിഭാഗങ്ങളുണ്ട്. ആ ഗോത്ര വിഭാഗങ്ങൾ മുള കൊണ്ട് നിർമ്മിക്കുന്ന വീടിന് വിളിക്കുന്ന പേരാണ് ടോങ് കേട്ടോ. അപ്പൊ ത്രിപുരയിലെ വർഗ വിഭാഗങ്ങളുടെ മുള കൊണ്ട് നിർമ്മിച്ച വീടുകൾക്ക് നമ്മൾ ടോങ് എന്ന് വിളിക്കുന്നു. അതുപോലെ ISROന്റെ ടെക്നോളജി ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ച NIT ഏതാണ്? ഇന്ത്യയിൽ ധാരാളം NITs ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു NIT ആണ് അഗർത്തല NIT. അവിടെയാണ് ISROന്റെ ടെക്നോളജി ഇൻക്യുബേഷൻ സെന്റർ. ISRO ടെക്നോളജി ഇൻക്യുബേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഗർത്തല NIT-യിലാണ്. ഇനി അതുപോലെ ഇന്ത്യയിൽ മരണശിക്ഷ നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് പേര് പറയണം? ത്രിപുരയുടെ പേര് തന്നെ പറയണം കേട്ടോ. അത് വളരെ പ്രധാനമാണ്. അതുപോലെ ത്രിപുരയിൽ ഒരു കൊട്ടാരുണ്ട്. നമ്മൾ ഉജ്ജയിന്ത കൊട്ടാരം എന്ന് പറഞ്ഞ പോലെ പ്രശസ്തമായിട്ടുള്ള ഒരു പാലസ് ഉണ്ട്. ആ പാലസിന്റെ പേര് നീർമഹൽ പാലസ് എന്നാണ്. അപ്പൊ നീർമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീർമഹൽ പാലസ് ത്രിപുരയിലാണ്. അതുപോലെ തന്നെ ഉനക്കൊടി എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രവും ഇവിടെയുണ്ട്. ഉനക്കൊടി തീർത്ഥാടന കേന്ദ്രം. ഉനക്കൊടി എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം. പിന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഒരു പ്രോജക്റ്റിന്റെ പേര്, എന്നിട്ട് ആ പ്രോജക്റ്റ് എവിടെയാ ഇന്ത്യയിൽ നടപ്പിലാക്കണേ? പ്രോജക്റ്റിന്റെ പേര് ഇതാണ്, രുദ്രസാഗർ പ്രോജക്റ്റ്. അപ്പൊ രുദ്രസാഗർ പ്രോജക്റ്റ് നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് പറയണം? ത്രിപുര തന്നെയാ പറയേണ്ടത്. പിന്നെ ത്രിപുരയിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് ഡുംബോർ തടാകം, രുദ്രസാഗർ തടാകം, കല്യാൺ സാഗർ തടാകം. അപ്പൊ കല്യാൺ സാഗർ തടാകം, ഡുംബോർ തടാകം, അതുപോലെ തന്നെ രുദ്രസാഗർ തടാകം തുടങ്ങിയ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ത്രിപുരയിലാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ത്രിപുര എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ത്രിപുര സുന്ദരി ക്ഷേത്രം. അത് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ത്രിപുര സുന്ദരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര തന്നെയാണ് അല്ലെ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ ഫോറൻസിക് ലാബോറട്ടറി കുറെ വർഷം മുമ്പ് 2013 സ്ഥാപിച്ചേക്കണത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിച്ചേക്കുന്നതും ത്രിപുരയിലാണ്. അപ്പൊ ഇത്രയാണ് ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ ചെറിയ സംസ്ഥാനമാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളൂ ഈ സംസ്ഥാനത്തെ കുറിച്ച്. അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടമായിച്ച തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.